കൈ കഴുകിയിട്ടാണ് ഞാൻ ഈ ക്യാമറയുടെ സ്റ്റാൻഡ് പിടിച്ചിട്ടുള്ളത്. ഇനി കാലാണ് കഴുകാനുള്ളത്. അടുക്കള അവൻ തുടക്കണീൻ്റെ അടുക്ക് ഇതേപോലെ ഒരു കുപ്പിയിൽ വെള്ളം എടുക്കും കേട്ടോ. ആ കുപ്പിൻ്റെ മൂടിക്ക് കുറച്ച് ഓട്ട കുത്തി കൊടുത്തേക്കാണ്. അപ്പം എന്തിനാ അറിയോ, വെള്ളം ഇതേപോലെ കംപ്ലീറ്റും ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്നും ആക്കിക്കും. കണ്ട കംപ്ലീറ്റ് സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ആക്കി കൊടുത്താൽ നമ്മൾ തുടക്കണ സമയത്തേ നല്ല ക്ലിയർ ആയിട്ട് പോരും. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളമാക്കി കൊടുക്കട്ടെ ചെയ്യാം. നല്ല വൃത്തിയിൽ തുടച്ചെടുക്കാൻ പറ്റും. അയച്ചിട്ട് നല്ല തുടക്കണ തുണി നല്ല വെള്ളത്തിൽ ഒലുമ്പി പൊയിഞ്ഞ് നല്ലോണം മുറുക്കി പിഴിഞ്ഞതിൻ്റെ ശേഷം ഇതാണ് തുടച്ചെടുത്താൽ മതി. അപ്പം ഇങ്ങനെയാണ് ഞാൻ തുടച്ചെടുക്കാറ്. ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ കൊണ്ടടക്കുകയും ചെയ്യൂല. ഈ സിങ്കിൽ വെക്കും, മറ്റേ സിങ്കിക്ക് പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് സ്ഥലങ്ങളും തുടച്ചെടുത്ത് കഴിഞ്ഞ് പറഞ്ഞില്ല നിങ്ങളോട്, അടുക്കളയിൽ നിന്നാൽ റോട്ടിലൂടെ പോണത് കാണാൻ കഴിയുന്നു. ആ ഏയിലൂടെ എന്നറിയോ, ഇത് എൻ്റെ അമ്മൂശാങ്കാൻ്റെ ട്രിക്കാട്ടോ. പിന്നെ ഈ ഐഡിയയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമിലൂടെ ഇതാ ഇപ്പോൾ എയർ ഹോൾസ് നിങ്ങൾക്ക് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാത്തവർക്ക് കാണിച്ചു തരാം. ഈ എയർ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ റോട്ടുമ്മ കൂടെ പോണ വണ്ടിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഗേറ്റ് തുറന്നുകാണ്ട് വരുന്നവരൊക്കെ കാണാം. അതിപ്പോൾ റോഡാണ്, എൻ്റെ അവിടെയുള്ള ഗേറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ധാർട്ട റോഡ് വരെ കാണുന്നുണ്ട്. അപ്പം ഇതിലൂടെ നോക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ ആരാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ എയർ ഹോൾസ് ആണത്. അടുക്കളയിലെ പിന്നെ സീറ്റിട്ട് അടുക്കളയിലെ ടൈലാണിത് കാണുന്നത്, ചുമരിൻ്റെ. അങ്ങനെ നമുക്ക് കംപ്ലീറ്റും കാണാൻ പറ്റും. അതേപോലെ ഈ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് റോട്ടുമ്പോൾ കൂടെ പോണവരെയൊക്കെ കാണാം. നമ്മൾ മുറ്റടിച്ചു വരുന്ന സമയത്ത് ഈ മരത്തിൻ്റെ വാതിൽ തുറന്നിട്ടിട്ട് മുറ്റടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ഈ കണ്ണാടിയിൽ കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ വീടിൻ്റെ ഇത്. അത് ചില സമയത്ത് നമ്മൾ വീട്ടിൽ വിരുന്നേരൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുമാണ്. ഭക്ഷണം കഴിച്ച് കൈ കഴുകണമൊക്കെ റോട്ടുമെന്ന് കാണാൻ പറ്റും. അപ്പം അതൊരു ബുദ്ധിമുട്ടുമുണ്ട്. ഏതിന് നമുക്ക് ലാഭം നഷ്ടമുണ്ടെന്ന് പറഞ്ഞ മാതിരി നല്ലതും ആകാത്തതൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കേട്ടോ അത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയി വന്നാൽ ഇപ്പം എല്ലാവർക്കും ആണല്ലോ മുഖം കെട്ടുക. അപ്പം അതൊക്കെ കഴുകിയിട്ട് ഇവിടെ തന്നെ തൂക്കിയിട്ട് കൊടുക്കലാണ്. എന്താ വെച്ചാൽ മറന്നു പോകും വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ല അത് ഈ വൃത്തിയോടൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ വേറെ എവിടെയും വെച്ചാൽ നമ്മൾ പോണ സമയത്ത് ഇത് മറന്നു പോകും. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് വെക്കൽ.
എൻ്റെ കൊട്ടന്മാരൊക്കെ കേടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യത്തെ സ്റ്റോർ റൂം ഇതേപോലെ റാക്ക് ഒക്കെ വെപ്പിച്ചിട്ട് ഇത് കൊട്ടന്മാരുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതിലേക്ക് ആക്കി മാറ്റി ഞാൻ. അപ്പോൾ ഈ സ്റ്റോർ റൂം തന്നെ ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രം തുറക്കാറുള്ളൂ, എന്ന് വെച്ചാൽ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിലും ഈ ഡ്രമ്മുകളിലൊക്കെ അരി പൊടിയായിരുന്നു ഇന്നെ കല്യാണം കഴിച്ച കാലത്തിട്ടിരുന്നത്. ഇപ്പം ഞാൻ ഇതിന്മേലെ ഉണ്ടോ, എനിക്ക് ഭയങ്കര മർദ്ദി കേട്ടാ. അപ്പം എന്ത് സാധനമാണെന്നൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചൊക്കെയാണ്. എന്നാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ, നമ്മൾ ആ നോക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. എല്ലാത്തിലും ഇങ്ങനെ ഇതാ കണ്ടോ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്ക് കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരു റാക്ക് ഇവിടെ കൊടുത്തുകാണ്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ച്, മറ്റേത് എന്തെങ്കിലും സാധനം എൻ്റെ അടുത്ത് ഉണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അപ്പം ഞാൻ ഇല്ല എന്നാ പറയാം. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ല, ഭയങ്കര മർദ്ദിൻ്റെ ആളാണ്. അപ്പം ഇങ്ങനെ എല്ലാം ഗ്ലാസും പാത്രങ്ങളും എല്ലാം ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചതുകൊണ്ട് നല്ല സുഖമാണ്. ഏത് സാധനമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റുന്നുണ്ട്. ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വീട് വെക്കണവരാണെച്ചെങ്കിൽ കൊട്ടന്മാർ ഉണ്ടാക്കണ്ട കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം ഇങ്ങനെ ആയാൽ നമുക്ക് തരാനും ഇതിനൊക്കെ എല്ലാ സുഖത്തിൽ എടുത്തു കൊണ്ടുവരാനും പറ്റും. ഞാനൊരു സോപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ, കണ്ടോ സ്റ്റോർ റൂമിൽ വെച്ചേക്കണ ഇങ്ങനത്തെ സ്ഥലത്താണ്. അപ്പം ഈ റൂമും തന്നെ എപ്പോഴും അടിച്ചൊരു തുടക്കൂല, കാരണം വെച്ചാൽ ഇതങ്ങനെ യൂസ് ചെയ്യാറേനില്ല എന്ന് പറയാം. അപ്പം ഞാൻ ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു റൂമുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ആണ് ഞാൻ ഇപ്പോൾ സ്റ്റോർ റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് തയ്യൽ മെഷീനും വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ ആ കംപ്ലീറ്റും സ്റ്റോർ റൂമിലെ സാധനങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ കുക്കറാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ ആദ്യമുള്ള കുക്കർ എൻ്റെ അമ്മശാങ്ക നെയ്വേലിയിൽ ജോലിയുള്ള കാലത്ത് വാങ്ങിയ കുക്കറൊക്കെ ഇട്ടത്. അത് വെച്ചാൽ അതിലൊക്കെ എൻ്റെ ഭർത്താവിനെക്കാട്ടി വയസ്സുണ്ട്, അത്രക്കും വയസ്സുള്ള കുക്കറുകളാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെയുള്ള കുപ്പിയും സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമുക്ക് തന്നെ ഇനി ഞാനല്ല വേറെ ആരെങ്കിലും വന്നാലും നമുക്ക് എടുക്കാനും സുഖമാണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഏത് സാധനങ്ങളും ഇങ്ങനെ കാണുന്നിടത്ത് തന്നെ വെച്ചാൽ നല്ലൊരു സുഖമാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ എൻ്റെ ഡേ മൈ ലൈഫിലെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കുളിയും ഇതൊക്കെ കഴിക്കാനുള്ളത്. കുളി കഴിഞ്ഞ് അവിടെ കൂടിയിട്ട് നമ്മളെ വീട്ടിലെ ജോലികൾ, അടുക്കള ജോലി ചെയ്യാനില്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ചെയ്യാനില്ലല്ലോ, നമുക്ക് എത്രയും വേറെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ. അതേമാതിരി ഞാൻ ഒരു സെറ്റ് ചെയ്തിരിക്കണ ഇങ്ങനെ പാത്രങ്ങളുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ഇറച്ചി മീനെ ഒക്കെ കൊണ്ടുവന്ന് വിട്ടെടുക്കാണ്ട് അത് കംപ്ലീറ്റ് പാത്രങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കാടണം അങ്ങനത്തെ ഒരു കൊട്ട വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. പിന്നെ തയ്യൽ മെഷീന് ഈ റൂമിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ തയ്ക്കണ സമയത്ത് പിന്നെ ഈ സ്റ്റൂള് രണ്ട് ഉപകാരമാണ്. തയ്യൽ മെഷീൻമേ തയ്ക്കാതിരിക്കാനും എനിക്ക് മേലക്ക് ഞാൻ ഹൈറ്റില്ലാത്ത ആളല്ല, അപ്പോൾ മേലക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഈ അയൽ പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിരുന്നുണ്ട്, വെച്ചാൽ തയ്യൽ മെഷീനിലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇവിടെയും വെക്കും. പിന്നെ പഴക്കൊല ഒക്കെ തൂക്കാൻ വിചാരിച്ചിട്ടൊരു കയറും ഇങ്ങനെ വെച്ച് കിട്ടുന്നുണ്ട്. തയ്യൽ മെഷീനുള്ള എല്ലാ സാധനങ്ങളും മറ്റേ ഞാൻ അകത്തൊരു അൾമാറിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ തയ്ക്കാനുള്ള സാധനങ്ങൾ കംപ്ലീറ്റും ആവശ്യമുള്ളതൊക്കെ എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സുഖമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഗ്രില്ലുള്ളവർക്ക് എപ്പോഴും മാറാതെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന്മേൽ കുറച്ച് ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, പിന്നെ മുറ്റം അല്ല ആവൊക്കെ അടിച്ചു വരാൻ പറ്റും, ബാത്റൂമൊക്കെ ജസ്റ്റ് വരയ്ക്കാൻ പറ്റണേ ഇതായിട്ട് മാറാതെ തട്ടിയാൽ നല്ല ക്ലിയറായിട്ട് പോരുട്ടാ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ, നല്ല ക്ലിയറായിട്ട് പോരും. ഞാനായിട്ട് സ്വയം ഒന്ന് ചെയ്ത് നോക്കിയതാണ്.
അപ്പോൾ എല്ലാം ക്ലിയറായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഈ മാറാൽ കോല തന്നെയാണ് ഞാൻ ഇപ്പോൾ അകത്തേക്കും യൂസ് ചെയ്യും. ഇതിന്മേൽ പിന്നെ ഈ ചെതൽ മരുന്ന് അടിച്ചുകാണ്ട് മാറാൽ തട്ടി കൊടുത്താൽ കുറേ ദിവസത്തിന് പിന്നെ മാറാൽ തന്നെ ഉണ്ടാവില്ല. ആ പുഴുക്കളൊക്കെ ചത്തു പോകുമല്ലോ. അപ്പോൾ നല്ലൊരു ഐഡിയയാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനി കിളികൾക്ക് ഭക്ഷണം ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനെല്ലാം ഇട്ട് കൊടുക്കലെന്ന്. അപ്പോൾ മീനുകൾക്കുള്ള ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അതേപോലെ ഈ ഇത് തുറന്നിട്ട് മറ്റുള്ള മീനുകൾക്കും ഉള്ള ഭക്ഷണം ഇട്ട് കൊടുക്കാം. കാക്കാൻ്റെ ഡ്രസ്സ് ഞാൻ ബാത്റൂം പിന്നെ ആ കൊട്ടിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് ഞാൻ ബാത്റൂമിലാട്ടോ, അടുക്കളയിൽ തന്നെ ഉള്ള ബാത്റൂമിൽ. അപ്പോൾ ഇതിൽ റെഡിയാക്കി വെക്കണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ, സാധാ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കും. എന്നുവെച്ചാൽ മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്നിട്ട് നേരെ ഈ ബാത്റൂമൊക്കെ ഉണ്ട് കയറി കുളിച്ചിട്ട് ഇറങ്ങുക ചെയ്യാം. പിന്നെ ഇതിക്ക് നമ്മളെ സോപ്പ്, സാവോന്, എണ്ണ ഒക്കെ, സോപ്പും സാവോനൊക്കെ ഇങ്ങനെ ഇതിൽ സോപ്പ് ഇതിൽ സാവോന് നിറച്ച് വെക്കും. അതുമാതിരി എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തോർത്തുകൊണ്ടൊന്നും കുളിക്കണ സമയത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ ഞാൻ ഇതിനും കൂടി സെറ്റാക്കിയിട്ട് വലിയ അയൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ബാത്റൂമാണ് കേട്ടോ സൗകര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അയലുമുള്ള ഡ്രസ്സൊക്കെ മടക്കിയെടുത്തിട്ട് മറ്റേ ഡ്രസ്സൊക്കെ ഒന്ന് തോരയിടട്ടെ കേട്ടോ. ഇവിടെ വാർപ്പിൻ്റെ മോളാണെങ്കിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുന്ന് അടിക്കണ വെയിലടിക്കൂട്ടോ അവിടെ. പിന്നെ പറഞ്ഞാൽ കാക്കാക്ക് ഇവിടെ പണിക്കാരൊക്കെ ഉള്ള കാരണം മുറ്റത്ത് തോരടുന്ന ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് തോരടലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അത് നിസ്കാരം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ തോരടാൻ തന്നിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് സമയം എൻ്റെ ഒരു ഹോബി വെച്ചാൽ ഇപ്പോൾ ഈ ചെയർ ഞാൻ താഴേന്ന് കൊണ്ടുവന്ന് വെച്ചാട്ടോ. അതിൻ്റെ മേലെ വെച്ചിരിക്കണം എന്താ വെച്ചാൽ പൂച്ചാളൊക്കെ വന്നിട്ട് പിന്നെ കയറിയിരുന്ന് ഇതൊക്കെ വിചാരിച്ച് കണ്ട് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചോ. അപ്പോൾ അതിങ്ങനെ ഇട്ട് ഇവിടെ കുറേ സമയം ഇരിക്കും വെച്ചാൽ നമുക്ക് സ്ഥിരം ചെയ്യാനുള്ള ദിക്റും സലാത്തോ നമുക്ക് എന്തെങ്കിലും ചെല്ലാനുള്ളതൊക്കെ അതൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് സമയം ഇവിടെ കേട്ടോ എൻ്റെ ഹോബി പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറേ സമയം ഇവിടെ ഇങ്ങനെ നടക്കും. പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കും. ഇവിടെ നല്ല സീനറി പോലെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കണ മാതിരിയല്ലല്ലോ. വീട്ടിൻ്റെ ഉള്ളിൽ പണിയൊക്കെ കഴിഞ്ഞാണ്ട് എൻ്റെ ഫ്രീ ആയിട്ടുള്ള സമയം ഇപ്പോൾ ഞാൻ ഇവിടെ കേട്ടോ കഴിച്ചു കൂട്ടുക കുറച്ച് സമയം. പിന്നെ നമ്മൾ സ്ഥിരം ഞാൻ ചെല്ലുന്ന സലാത്തും ദിക്റൊക്കെ ചെല്ലലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി പോകും. അപ്പോഴത്തേന് പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുണ്ടെച്ചെങ്കിൽ ഇവിടെ എങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ മെയിനായിട്ടുള്ള പ്രശ്നം നമുക്ക് അടുത്തൊന്നും വീടുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും ഇതിനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ വീടുണ്ടോ കുറേ വിട്ടാണ് ഉള്ളത്. ആരും ഇല്ലാത്ത കാരണം ബോറടിക്കാണ് താഴേക്ക് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. പിന്നെ ഉമ്മാൻ്റെ അടുത്തേക്ക് കയറി പോവാം. ഉമ്മാൻ്റെ അടുത്തേക്ക് നമ്മൾ മാളിയമ്മക്ക് കയറി വരുന്ന അത്ര സ്റ്റെപ്പ് ഇതൊക്കെ കയറിയിട്ടാണ് പോവാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു വീടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാകും കുറേ വിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊന്നും വീടുകളില്ല. പിന്നെ എൻ്റെ ഇളച്ചിൻ്റെ വീടാണത്. അത് അടുത്ത് തന്നെയാണ്. വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മേലേക്ക് കയറി മാളിയമ്മക്ക് കയറുന്ന മാതിരിയുള്ള ആ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോവാൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഇത്. ഇപ്പോൾ രാവിലത്തെ യുദ്ധം പടക്കം ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഹോബികൾ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വിശേഷങ്ങൾ? എൻ്റെ ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം ആദ്യമൊക്കെ കമൻറ്റിൽ വരലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അവരാരും അതിനെപ്പറ്റി പിന്നെ പ്രതികരിക്കലില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി പറയാറുമില്ല. പിന്നെ ആരും അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തോന്നി ഇന്നിപ്പോൾ എന്താ ഒന്ന് ചെയ്താലെന്ന്. അപ്പോൾ എനിക്കിതാണ് ഞാൻ ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കാത്തത്. എനിക്ക് കുറേ സമയം
രാവിലെ നേരത്തെ എണീച്ച് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാകുമ്പോൾ ഈ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണമാണ് എടുക്കാത്തത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുറ്റടിക്കലും ഇതൊക്കെ കഴിഞ്ഞൊരു 10 മണി ആകുമ്പോഴതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളൊക്കെ ക്ലിയറായി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ കാക്ക പാടത്തൊക്കെ പോയി പുറത്ത് പോയി വന്ന് ബാത്റൂമൊക്കെ പോയതാട്ടത്. പുറത്തുള്ള ബാത്റൂമാണത്. ഇപ്പോൾ ഡ്രൈവറൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ അല്ലെങ്കിലും പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ ചളി ഏറ്റൊന്നും കാക്ക കയറി വരില്ല. അതൊക്കെ നല്ല കെയറിങ് ആണ്. ഒക്കെ കയ്യും കാലൊക്കെ പുറത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വരുള്ളൂ. പിന്നെ വെച്ചാൽ പണിക്കാർക്കൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നില്ല. രാത്രി ഇവിടെ നിൽക്കുന്ന ആൾക്ക് രാത്രി മാത്രമേ ഉള്ളൂ ഭക്ഷണം. അപ്പോൾ അതൊക്കെ കാക്ക പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇങ്ങനെയൊക്കെ നല്ല കെയറിങ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് ഭക്ഷണം കുറവൊക്കെ ആകുകയാണെന്നുവെച്ചെങ്കിൽ പറഞ്ഞാലും വാങ്ങിക്കൊണ്ടും. പക്ഷെ ഞാൻ പറയാറില്ല, അധികം ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ആ വക കാര്യങ്ങളിലൊക്കെ കെയറിങ് ഉണ്ട്. ഇത് നമ്മൾ അടുത്തൊരു കിളിക്കൂട് റെഡിയാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വാർപ്പിൻ്റെ മുകളിൽ പറഞ്ഞാലേ ഉണ്ടല്ലോ പൂച്ചാൾ എപ്പോഴും അപ്പിടാനും ഇതിനൊക്കെ ചെയ്ത് കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് തോരടുമ്പോൾ പിൻ ചെയ്യാതെ അല്ലെങ്കിലും തോരടാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ ഒരു ചില കാക്കകളായാലും പിന്നെ ഇവിടെ മാസത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് വെള്ളം പാർന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുള്ളൂ കേട്ടോ, അല്ലാതെ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വീഡിയോകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. ഒരുപാട് ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സുകളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അത് ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ പറയാണ് കേട്ടോ. താങ്ക്സ്. ചെറുതാക്കണേ കട്ടി ഓർക്കാനേ. ഇനി എങ്ങനെ കട്ടി ഓർക്കുക? ഞാൻ മുറിച്ചുകൊണ്ടുവിടാൻ അവസാനം ഇത് പൊല്ല് കുടുങ്ങൂട്ടാ. ആയിക്കോട്ടെ. വേറൊന്നും ഉണ്ടാവില്ല, അത് വെന്തത്തും ഉണ്ടാവില്ല. അതിനുണ്ട് കേട്ടില്ലേ? എയിമെന്നത് പോന്നേ. ഈ വൈതളങ്ങിൻ്റെ ഉള്ളിൽ കേട് എവിടെയെന്ന് കാണാൻ പറ്റില്ല. ആയിക്കോട്ടെ, അതൊന്നും ഉണ്ടാവില്ല. അത് പാടിയ തീരെ ഉണ്ടാവില്ല. പച്ചമുളക് പിന്നെ തീരെ എരിവില്ലാത്തത് കൊണ്ട് എത്ര ചെറുതാക്കി അരിയ. കാരണം ആ ചോറ് നാളെ ഉച്ചക്കൊക്കെ ഉണ്ടാവും. ആ കുക്കർ അത് മൂറി വെച്ചോണം. എനിക്കും കൂടി ഇഷ്ടമില്ലാത്ത ചോറല്ലേ ഇന്നാ, അപ്പോൾ അത് ഞാൻ കുറച്ചിട്ടിട്ടുള്ളേ. ഇതിക്ക് പച്ചവെള്ളം ഇട്ടിട്ടില്ലല്ലോ. വെളുത്തുള്ളിയും ഞാൻ ഇട്ടോളാം, ഉണ്ടാക്കിയോളാം. ഉണ്ടാ
വെളുത്തുള്ളിയും ചീരുള്ളിയും ഇത് കിട്ടും. ഇനി അത് കിട്ടാളി വെക്കും ഇടാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടേ. ഈ സ്റ്റൗവിൻ്റെ ഇതൊന്ന് നന്നാക്കണം കേട്ടാ. മറ്റേ വീഡിയോ എടുക്കണ നേരത്തെ അതിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചേക്കണം. ഈ സ്റ്റൗ ശരിക്കൊണ്ട് കത്താത്തതുകൊണ്ട്. ചെറുതായി അരിഞ്ഞ വൈതളങ്ങിയും പച്ചമുളകുമാണ്. ഇതൊക്കെ കാക്കാൻ്റെ സ്പെഷ്യലാട്ടാ. എന്ത് ഞങ്ങളെ സ്പെഷ്യലല്ലേ പറഞ്ഞൂടെ? ഇറച്ചിക്കോളി നിങ്ങളെന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. കയ്യൊന്നും കാണണമെന്നില്ല, ആരാൾക്കാരും അറിയില്ല. മതി. ഈ ഇപ്പിൻ്റെതുണ്ട്. ആ പൊടിപ്പാണ് തീരെ ഇപ്പിൻ്റെ പുളിയില്ലാത്തത്. ഈ പ്രാവശ്യം കൊടുത്ത കമ്പനി മാറിയേക്കണം പൊടിപ്പ്. ഇനി ഒരു പാക്കറ്റും കൂടി ഉണ്ട് അങ്ങനത്തെ പൊട്ടിച്ചിടാം. വെള്ളം ഒഴിച്ചാളി. അതാ ജഗ്. അപ്പോൾ ഇത് നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 സെക്കൻഡ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണിത്. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇത് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനും അതേപോലെ തന്നെ കഞ്ഞിക്ക് ഉപ്പേരി ആക്കിയിട്ട് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ കാക്കാക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ കൂട്ടാനുകളൊക്കെ കാക്ക തന്നെ ഉണ്ടാക്കും. സമയമില്ലാത്ത കേടാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്പ് ചെയ്യും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്തൊരു റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും അത് കംപ്ലീറ്റ് ആവോളം ചില സമയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം ആരെങ്കിലും ഫോൺ ചെയ്യേ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പോകാൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകും. അപ്പോൾ റെസിപ്പി ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കൽ ഞാനേക്കാരം. അപ്പോൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കാക്ക ആയിക്കൊള്ളണം എന്നില്ല ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.